പോകുമ്പോൾ പൂർണ്ണമായിട്ടിരിക്കണം. അല്ലെ, സിനിമയ്ക്ക് പോയി ഇന്റർവെല്ലിട്ട് പോയാലോ കഥ മനസ്സിലാവോ? ഇല്ല, പൂർണ്ണമായിട്ടിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ടിരിക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ ആദ്യത്തെ പടി നിങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് ചവിട്ടും. ആർസിമിലൂടെ തയ്യാറാണോ? ഒരു എനർജറ്റിക് ആവും. നിങ്ങളുടെ എനർജിയാണ് എന്റെ എനർജി, അല്ലെ? നിങ്ങളുടെ എനർജിയാണ് എന്റെ എനർജി. നോക്കൂ, 3 രാജ്യത്തിലെ പ്രധാനപ്പെട്ട ആളുകള് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ചായ കുടിക്കാൻ പോയി. 5 സ്റ്റാർ ഹോട്ടലിൽ ചായ കുടിക്കാൻ പോയി. അവരൊരു അന്താരാഷ്ട്ര ഒരു ചർച്ച കഴിഞ്ഞതിന് ശേഷം ഒന്നാമത്തെ ആളാണ് അമേരിക്കയിലെ ഒരാള്, അമേരിക്ക. രണ്ടാമത്തെ ആള് ചൈനക്കാരൻ, മൂന്നാമത്തെ ആള് ഇന്ത്യക്കാരൻ. അങ്ങനെ 5 സ്റ്റാർ ഹോട്ടലില് ചായ കുടിക്കാൻ പോയി. അവിടെ ചായയൊക്കെ ഓർഡർ ചെയ്തു, ചായ കൊണ്ടുവന്നു, ചായ കുടി തുടങ്ങി, സംസാരിച്ചു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ആദ്യം അമേരിക്കക്കാരന്റെ ചായ കുടി കഴിഞ്ഞു. ചായ കുടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഗ്ലാസ് എന്ത് ചെയ്യും? മേശ. ചായ കുടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ് എന്ത് ചെയ്യും? നമ്മൾ മേശ പുറത്ത് വയ്ക്കും, അല്ലാണ്ട് പോക്കലിലിട്ടില്ലല്ലോ. അതുകൊണ്ട് ചായ കുടി അമേരിക്കക്കാരന്റെ കഴിഞ്ഞപ്പോ അമേരിക്കക്കാരൻ എന്ത് ചെയ്തു? ഈ ചായ ഗ്ലാസ് എന്ത് ചെയ്തു? ഇങ്ങനെ നീർത്തി വെച്ചു. ഞാൻ എന്റെ പടം വരയ്ക്കാൻ അറിയോ? അറിയോ? നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഹാപ്പി. അപ്പൊ ചായ ഗ്ലാസ് ഇങ്ങനെ നിർത്തി വെച്ചു. സ്വാഭാവികം, എല്ലാവരും അങ്ങനെ തന്നെ വെക്കുക. ആർക്കൊന്നും തോന്നിയില്ല. അത് ഇന്ത്യക്കാരെ കണ്ടു, ചൈനക്കാരെ കണ്ടു, ആർക്കൊന്നും തോന്നിയില്ല. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ചായ കൂടി കഴിഞ്ഞത് ചൈനക്കാരൻ്റെയാ. ചൈനക്കാരൻ എന്ത് ചെയ്തു? ചൈനക്കാരൻ ഗ്ലാസ് ഇങ്ങോട്ട് കമത്തി വെച്ചു. അത്ഭുതമായി. അത് ഇന്ത്യക്കാരൻ നോക്കി, അമേരിക്കക്കാർ നോക്കി. ഇപ്പൊ എന്തൊക്കെയാണ് ഈ കമത്തി വെച്ച ചായ? അതെന്താ കുട്ടൻസ് പിടുത്തം കിട്ടിയില്ല, ഒന്നും ചോദിച്ചില്ല. അപ്പൊ അമേരിക്കാരൻ ചിന്തിച്ചു, ഇനി ഇന്ത്യക്കാരൻ്റെ അടുത്ത് ഇരിക്കണ്ടല്ലോ, അവനിങ്ങനെ സൂക്ഷ്മ അടിച്ചോണ്ടിരിക്കുക. അപ്പൊ അവനിങ്ങനെ വെക്കുമെന്ന് നോക്കാം. ഇനി അവനെങ്ങനെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് വെക്കുമെന്ന് രണ്ടാളും നോക്കിക്കൊണ്ടിരിക്കുക. ആ നേരത്തെ ഇന്ത്യക്കാരന്റെ ചായ കൂടി കഴിഞ്ഞു. ഇന്ത്യക്കാരൻ ചായ കൂടി കഴിഞ്ഞിട്ട് ഈ ഗ്ലാസ് കൊണ്ട് ആകെ ആശകൊല്ലരായി. എന്താ കാരണം? ഒരുത്തൻ നീർത്തി വെച്ചിരിക്കുന്നു, ഒരുത്തൻ കമത്തി വെച്ചിരിക്കുന്നു, ഒരുത്തൻ ഇങ്ങനെ കെടുത്തി വെച്ചിരിക്കുന്നു. എന്തടപ്പോലെ ഇത് രണ്ടും മനസ്സിലാക്കാം. ഇത് നിന്നിട്ട് ചെണ്ടിട്ടിരിക്കുന്നു ഈ ഗ്ലാസ്. അപ്പൊ ആദ്യം ഇത് ആശകുഴപ്പം വന്നപ്പോ ചൈനക്കാരൻ ചോദിച്ചു, നീ എന്താണ് ഇത്? ഇന്ത്യക്കാരനോട് ചോദിച്ചു, ഇതെന്താ നീ കെടുത്തിട്ടിരിക്കുന്നു? അപ്പൊ ഇന്ത്യക്കാരൻ പറഞ്ഞു, ആദ്യം അമേരിക്കക്കാരനല്ലേ വെച്ച, ആദ്യം ആ ഉത്തരം പറയും, എന്നിട്ട് ഞാൻ പറയാം. അതല്ല അതിൻ്റെത്. നമ്മൾ എവിടെ പോയാലും എന്തെങ്കിലും ഒരു കുണുക്കുണ്ടാക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവൻ ചോദിച്ചു, ഇന്ത്യക്കാരൻ ചോദിച്ചു, നീ അമേരിക്കക്കാരനോട് ആദ്യം പറയാൻ പറഞ്ഞു. അമേരിക്കക്കാരൻ പറഞ്ഞു, ഞാനേ സാധാരണ ഒരു ചായ കുടിക്കാറുള്ളൂ ഒരു നേരം, പക്ഷെ ഇന്നത്തെ ഒരു ചായ പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ചായ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ചെന്നിട്ട് ഇനിയും ചായ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു മോശമല്ലേ? അതുകൊണ്ട് ഒരു ചായക്ക് എത്ര വില? വലിയൊരു വിലയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഗ്ലാസ് ഇങ്ങനെ നിർത്തി വെക്കുമ്പോൾ ഇതിവിടെ സപ്ലയർ ഇതിലൂടെ പോകുമ്പോൾ ഇയാൾക്ക് ഈ ചായ ആവശ്യമുണ്ടെന്ന് കരുതിയിട്ട് കുറച്ചും കൂടി ചായ ഒഴിക്കുകയാണെങ്കിൽ കുടിക്കാമായിരുന്നു. അതുകൊണ്ട് ഞാൻ ആൾക്ക് തോന്നിക്കോട്ടെ, ഇനി ഒഴിച്ചു കിട്ടണമെങ്കിൽ ഒരു ഗ്ലാസ് കൊണ്ട് കുടിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിർത്തി വെച്ചിരുന്നത്. അപ്പൊ അമേരിക്കക്കാർ ചോദിച്ചു, നീ എന്താ കമത്തി വെച്ച? അപ്പൊ ചൈനക്കാരൻ പറഞ്ഞു, നീ എത്ര നല്ല ചായ ആണെങ്കിലും, എന്റെ ഭാര്യ എത്ര നല്ല ചായ തരും, പക്ഷെ എത്ര നല്ല ചായ ആണെങ്കിലും ഞാൻ ഒരു ചായ കുടിക്കാറുള്ളൂ ഒരു നേരം. പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ചായ കുടിക്കുക. അതുകൊണ്ട് ഇനി അറിയാതെങ്കിലും ആള് വേണമെന്ന് വിചാരിച്ച് കൊഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വേസ്റ്റ് ഉണ്ടല്ലോ കഴിഞ്ഞിട്ടാണ് ഞാൻ കമത്തി വെച്ചത്. അമേരിക്കയിലും ചൈനയിലും അവന്റെ എന്തുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് മനസ്സിലായില്ലേ? ഇനി ലാസ്റ്റ് രണ്ടാളും കൂടി ഇന്ത്യക്കാരോട് ചോദിച്ചു, നീ എന്തപ്പോ ഇത് കമത്തലും അല്ല നിർത്തലും അല്ല, ഇതൊക്കെ കെടുത്തിട്ടെന്ന് വെച്ചു. അപ്പൊ ഇന്ത്യക്കാരൻ പറഞ്ഞേ, കിട്ടിയാലും കുഴപ്പമില്ല, ശരിയും കുഴപ്പമില്ല. എന്തെന്ന്? കിട്ടിയാലും കുഴപ്പമില്ല, കിട്ടിയാലും കുഴപ്പമില്ല, കിട്ടിയാൽ കൂട്ടി അല്ലെങ്കിൽ തട്ടി. ഞാൻ പറയുന്നു, നിങ്ങൾ ഇത് ഏത് മെന്റാലിറ്റിയിലാ നിങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ? ആർസിബിനെ മനസ്സിലാക്കാനും ആർസിബിനെ കേൾക്കാനും നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ഏത് മെന്റാലിറ്റിയിലാണ് ഇരിക്കുന്നത്? ഞാൻ പറയുന്നു, ഈ മെന്റാലിറ്റിയിലാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയില്ല. അല്ലെ? കിട്ടിയാ കിട്ടി, ഒന്നും പറയാൻ പറ്റില്ല. അല്ല, മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. ഇന്ത്യക്കാരുടെ മെന്റാലിറ്റി ഉണ്ടെങ്കിൽ അതാ കിട്ടുള്ളൂ.
അങ്ങനെ കിട്ടാനുള്ള സാധ്യതയുള്ളൂ. ഇനി ഇവന്റെ മെന്റാലിറ്റി ആണെങ്കിലോ കിട്ടില്ല. കാരണം അവന് ആവശ്യമില്ല. ആവശ്യമില്ലാത്തവർക്ക് കിട്ടോ? ദൈവം തന്നെ കേൾക്കില്ല. നിനക്ക് ആവശ്യമില്ല, പിന്നെ എന്തിനാ നീ ആഗ്രഹിക്കുന്നത്? അപ്പൊ അവന് ആവശ്യമില്ല. ഇനി ആഗ്രഹിക്കുന്ന ഒരുത്തനുണ്ട് അല്ലെ? ഈ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കാണ് കിട്ടാനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് ആസിമില് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ആഗ്രഹിക്കുന്നവർക്കാണ് കിട്ടുള്ളൂ. ആഗ്രഹിക്കുന്നവർക്കാണ് കിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഏത് ആഗ്രഹമാണ്, ഈ ആഗ്രഹമാണെങ്കിൽ ഇതിലേക്ക് വരണം, ഈ ആഗ്രഹമാണെങ്കിൽ ഇതിലേക്ക് വരണം, ഈ ആഗ്രഹമാണെങ്കിൽ അത് മാറ്റി ഇതിലേക്ക് വരണം. കാരണം ഇതിലാണ് എന്തെങ്കിലും കിട്ടാനുള്ള സാധ്യതയുള്ളൂ. മാറിയ കപ്പ് മാറിയ ചിലപ്പോൾ നിങ്ങൾ ഏത് കപ്പ് കപ്പ് ഇതിൽ 3 ജില്ലാത്ത കപ്പുണ്ട്, ചിലത് കുടിച്ചിടും. അവർക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ കയ്യിൽ ഒന്നുമില്ല. ക്ലിയർ ആയ? അപ്പൊ അതുകൊണ്ട് ഏത് മെന്റാലിറ്റി ആണ് അതിനനുസരിച്ചാണ് നമുക്ക് ആർസിമിൽ എന്നുള്ള നേട്ടം. ആർസിമിൽ എല്ലാം കിട്ടും എന്ന്